പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. താടിക്ക് കയ്യും കൊടുത്തിരിക്കുവാണ് ഉഷ. അവർക്കരികിൽ തന്നെ സുശീലയുമുണ്ട്. എന്നാലും എൻ്റെ ഉഷേ, ഈ ചെക്കൻ ഇത്രയും നേരമായിട്ടും വീട്ടിൽ വരാറായില്ലേ? നേരെ ഒരുപാടായല്ലോടി. സുശീലയാണെങ്കിൽ ഉഷയുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. മണി 9 രാഹുൽ വീട്ടിലെത്തിയിട്ടില്ല. അതിനാണ് സുശീല ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. സാധാരണ ആമ്പിള്ളേര് ഒരു കല്യാണമൊക്കെ കഴിച്ചാലെങ്കിലും സമയത്ത് വീട്ടിൽ കയറും. ഇതിപ്പോ കല്യാണം കഴിച്ചിട്ടും ഇവന് വലിയ മാറ്റമൊന്നുമില്ലല്ലേ? എന്റെ മാമി, അതിനവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. പതിയെല്ലാം ശരിയാവും. അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. രമ്യ അങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു. അത് കേട്ടതും സുശീല ഒന്നും ഇരുത്തി മോളെ. എടി, ആങ്ങളയ്ക്ക് ഒത്താശ പാടുന്ന പരിപാടി നീ ഒന്ന് നിർത്തിക്കോട്ടോ. അവനെ കളയുന്നത് നീയാണ്. ഇനി എന്റെ മെക്കിട്ട് കയറിക്കോ. യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവമാണ് ഞാൻ. ആ ഓർമ്മ വല്ലതും മാമിക്കുണ്ടോ ആവോ? രമ്യ പറയുന്ന കേട്ട് സുശീലയും ഉഷയും ചിരിച്ചു. അതൊക്കെ പോട്ടെ, ആ പെങ്കൊച്ചെന്തിയെ? അതിനെ കണ്ടേയില്ലല്ലോ. സുശീല വിടാൻ ഭാവമില്ലാത്തതുപോലെ രമ്യയോട് തിരക്കി. ഗംഗയാ മുറി കാണും മാമി. അവൾ എപ്പോഴും മുറിയിൽ തന്നെയാണോടി? വീട്ടിൽ ആളുകൾ വന്നിരിക്കുമ്പോ ഇങ്ങനെ മുറിയടച്ചു കയറി ഇരിക്കുന്നത് മര്യാദയാണോ? അവളോടെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇത്തവണ സുശീല ശബ്ദം അല്പം കടുപ്പിച്ച് ചോദിച്ചപ്പോൾ രമ്യയ്ക്ക് പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. സുശീലയുടെ നോട്ടം നേരെ ഉഷയിലേക്ക് തിരിഞ്ഞു. എന്റെ പൊന്നി ചേച്ചി, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വന്നൊന്നുമല്ലല്ലോ. എന്റെ മോന് അവന്റെ മാത്രം ഇഷ്ടം നോക്കി കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. അവള് പുരയ്ക്കകത്തോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ ഇരുന്നോട്ടെ. ഇതൊന്നും എന്നെ എന്റെ പെണ്ണിനെ ബാധിക്കില്ല. അതേസമയം പുറത്തെ സംസാരമെല്ലാം കേട്ട് ഗംഗയ്ക്ക് വട്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം അവൾ പല്ല് കടിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഗംഗയ്ക്കാണെങ്കിൽ വല്ലാത്ത തലവേദനയുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. തലേദിവസം അവൾ തീരെ ഉറങ്ങിയിട്ടില്ല. എന്തൊക്കെയോ ആലോചിച്ച് കുറേയേറെ സമയം നിലത്ത് കിടന്നു. ആദ്യമായിട്ടാണ് നിലത്ത് കിടന്നുറങ്ങുന്നത്. ഉറങ്ങി എണീറ്റപ്പോൾ മുതലേ മേലുവേദന. സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നിയ നിമിഷത്തെ അവൾ വീണ്ടും മനസ്സാൽ ശപിച്ചു. ഒടുക്കം ഇനിയും കിടന്നില്ലെങ്കിൽ താനിവിടെ വീണു പോകുമെന്ന് തോന്നിയപ്പോൾ അവളുടെ കണ്ണുകൾ ഒരു ബെഡ്ഷീറ്റിനു വേണ്ടി 4 പാടം തിരഞ്ഞു. ബെഡ്ഷീറ്റ് ഇല്ലെന്ന് മാത്രമല്ല, കൂന കൂട്ടിയിട്ടിരിക്കുന്ന രാഹുലിന്റെ മുഷിഞ്ഞ തുണികൾ കണ്ണിൽ പിടിച്ചതും അരിശത്തോടെ ചാടി എഴുന്നേറ്റ് ഗംഗ. ഒടുവിൽ തുണികൾ അടുക്കിയിട്ടിരിക്കുന്ന ആ അഴയുടെ അറ്റത്ത് മടക്കിയിട്ടിരിക്കുന്ന ഒരു കാവിക്കൈലി അവൾ കണ്ടു. പിന്നൊന്നും ചിന്തിച്ചില്ല. അതെടുത്ത് നിവർത്തി. ഒന്ന് കുടഞ്ഞ ശേഷം വെറും നിലത്തേക്ക് വിരിച്ചു. പിന്നെ പതിയെ അതിലേക്ക് കിടന്നു. തലേണിയൊന്നും ഉണ്ടായിരുന്നില്ല. കൈ രണ്ടും മടക്കി തലയുടെ അടിയിൽ വെച്ചാണ് കിടപ്പ്. കിടന്ന പാടെ തന്നെ അവൾ ഉറങ്ങി. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് രാഹുൽ വീട്ടിലേക്ക് വന്നത്. സുശീല ക്ലോക്കിലേക്ക് നോക്കി. മണി 9:45. എന്താ രാഹുലെ, നിനക്ക് നേരത്തും കാലത്തിനും ഒന്നും വീട്ടിൽ വരണമെന്നില്ലേ? അവൻ ഹോളിലേക്ക് കാലെടുത്ത് വെച്ച സമയം തന്നെ സുശീല ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അതും ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഉഷയാണെങ്കിൽ ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ എന്നുള്ള മട്ടിൽ സുശീലയെ നോക്കുന്നുണ്ട്. രമ്യ ഇപ്പോ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നുള്ള ഭാവത്തിലാണ്. മാമി പോയില്ലായിരുന്നോ? രാഹുൽ അലസതയോടെ ചോദിച്ചു. പോയെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്റെ മുമ്പിൽ നിൽക്കുവോടാ? അവരുടെ ആ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാതെ രാഹുൽ മുറിയിലേക്ക് ചെന്നു. നോക്കിയടി പിള്ളേരെ, അവന്റെ പോക്ക് കണ്ടോ? സുശീല താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. രാഹുൽ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും തുനിഞ്ഞില്ല. മുറിയിൽ ചെന്നിട്ടവൻ കതകൊന്നു പിന്നിലേക്ക് തള്ളി. കതക് കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ചേർത്തടിച്ചിട്ടേ ഉള്ളൂ. അവൻ അകത്തേക്ക് കയറി. കതക് തുറന്നു കയറി ചെല്ലുമ്പോൾ മുറിയിലാകമാനം ഇരുട്ടാണ്. നേർത്തൊരു വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. കൈയെത്തിച്ച് ലൈറ്റിടാനായി മുന്നോട്ട് നടക്കുന്ന സമയത്താണ് അവൻ എന്തിലോ ചവിട്ടിയത്. ഒരിത്തം ലൈറ്റിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഇരുട്ടിൽ ചാടിപ്പടിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ഗംഗയാണ്. അവൾ നന്നായി ഭയന്നിട്ടുണ്ട്. അതവളുടെ രൂപത്തെ തന്നെ മനസ്സിലാക്കാം. പെട്ടെന്ന് രാഹുലിനെ അടുത്ത് കണ്ടപ്പോൾ ഗംഗ വേച്ചു. പിന്നോട്ട് വീഴാൻ തുടങ്ങിയതും രാഹുൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവൾ അതീവ ദേഷ്യത്തോടെ തന്റെ കൈ അവന്റെ കൈക്കുള്ളിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് മുറിയുടെ വാതിൽ തുറന്നു.
കിതപ്പടക്കാൻ പാടുപെട്ടുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി. ആഹാ, ഇറങ്ങി വന്നല്ലോ കെട്ടിലമ്മ. ഇതൊക്കെയാണോ പെണ്ണെ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടത്? നിന്റെ അച്ഛൻ സാറാണെന്നൊക്കെ ഇവർ പറഞ്ഞല്ലോ. ശബ്ദം അടക്കി പിടിച്ചുകൊണ്ടാണ് സുശീല അത് പറഞ്ഞതെങ്കിലും ഗംഗ ആ വാചകങ്ങൾ കൃത്യമായി കേട്ടിരുന്നു. അവളുടെ മുഖത്തൊരു വല്ലായ്മ പടർന്നു. എന്റെ കൊച്ചെ, ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ അകത്ത് കയറിയിരിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയോ? സുശീല പെട്ടെന്നത് ചോദിച്ചതും ഗംഗ അവരെ മുഖമുയർത്തി നോക്കി. അവൾക്ക് ആ സമയം തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല. പണ്ട് സ്വന്തം വീട്ടിലായിരുന്നപ്പോഴും താൻ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഗംഗ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തു. ഉഷയ്ക്കും വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു ഗംഗയോട്. എന്തൊക്കെ പറഞ്ഞാലും സുശീല ചേച്ചി അന്യൊന്നുമല്ല, അടുത്ത ബന്ധു തന്നെയാണ്. അവരീ വീട്ടിൽ വന്നിട്ട് ഇന്നേരം വരെ ഗംഗ അവരോടൊരു വാക്കുമിണ്ടിയില്ല. എന്തിനു പറയുന്നു, അവരുടെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് കൂടിയില്ല. എന്ത് സ്വഭാവമാണോ ഇതൊക്കെ? ഉഷ മനസ്സിൽ പിറുപിറുത്തു. സമയം ഒരുപാടായല്ലോ, എല്ലാവർക്കും ചോറ് കഴിച്ചാലോ? രമ്യ പെട്ടെന്ന് കയറി ഇടപെട്ടു. അല്ലെങ്കിൽ പിന്നെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഞാൻ പോയി ചോറ് വിളമ്പാം, നീ ആ ചെറുക്കനെ പോയി വിളിച്ചോണ്ട് വാ. ഉഷയെ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. രമ്യ രാഹുലിന്റെ മുറിയിലേക്ക് പോയി. ഗംഗ ഇപ്പോഴും അതേ നിൽപ്പ് തന്നെ നിൽക്കുവാണ്. എന്റെ കൊച്ചേ, ആ അടുക്കളയിലോട്ട് ചെന്ന് ഉഷയെ സഹായിക്ക്. ഒന്നാതെ അവൾക്ക് മേലാത്തതാ. സുശീല പറഞ്ഞതും ഗംഗ വെപ്രാളത്തോടെ അടുക്കളയിലേക്ക് ഓടി. എല്ലാവർക്കും ഉള്ള ചോറ് ഓരോ പാത്രത്തിലെ വിളമ്പി വെക്കുവാണ് ഉഷ. ഗംഗ അത് എടുത്തുകൊണ്ടുവന്ന് ആ പ്ലാസ്റ്റിക് ടേബിളിലേക്ക് വെച്ചു. സുശീല രാഹുലിനോട് തഞ്ചത്തിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. രാഹുലേ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്താ നിന്റെ തീരുമാനം? സുശീല പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാഹുലിന് കാര്യം മനസ്സിലായി. ഒരിക്കൽ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് ഞാൻ അവളെ നിയമപരമായി എന്റെ ഭാര്യയാക്കിയതാ. ഇനി എന്തായാലും ഒരുത്തനും വന്ന് അവളെന്റെ ഭാര്യയില്ലെന്നൊന്നും സ്ഥാപിക്കാൻ പോകുന്നില്ല. രാഹുൽ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. എടാ മോനെ, അതല്ല മാമി ഉദ്ദേശിച്ചത്. വെറുതെ നാട്ടുകാരെ കാണിക്കാൻ ഒരു ചടങ്ങ്. എത്രയൊക്കെ ഒപ്പിട്ട് ഭാര്യ എന്നൊക്കെ പറഞ്ഞാലും കഴുത്തിലൊരു താലിയും നെറുകയിൽ അല്പം സിന്ദൂരവും തൊട്ട് കൂടെ കൂട്ടുന്നതിൻ്റെ അത്ര വരുമോ? തൽക്കാലം മാല വാങ്ങുന്നോർത്താണ് നിന്റെ ടെൻഷനെങ്കിൽ അത് വേണ്ട. ആ പെണ്ണിന്റെ കഴുത്തിൽ നൂല് പോലൊരു മാലയില്ലേ, തൽക്കാലം അതിന്റെ തുമ്പത്തൊരു താലിയിട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് നാലാള് അറിയണമെന്ന് മാത്രം. അമ്മായി ഉദ്ദേശിച്ചത് മോന് മനസ്സിലായോ? ആ, തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല മാമി. വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അലസ ഭാവത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ അവരെ ഒന്ന് നോക്കി. എടാ കൊച്ചെ, നിനക്ക് വകതിരിവില്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടോ. ദേഷ്യത്തോടെ മുന്നിലിരുന്ന ചോറും പാത്രവും ഒറ്റ തട്ടിന് നീക്കിയിട്ടുകൊണ്ട് രാഹുൽ അതീവ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. എല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുവാണ് ഗംഗ. അവൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു പകപ്പ് അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ട്. അതേസമയം രമ്യയും ഉഷയും ഒരു നെടുവീർപ്പോടെ അതൊക്കെ നോക്കി നിന്നതേ ഉള്ളൂ. രമ്യയ്ക്ക് പിന്നെ ഇതൊക്കെ ശീലാണ്. രാഹുലിന് പണ്ടേ ഉള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അവന് പിടിക്കാത്തത് എന്തേലും പറഞ്ഞാൽ ഒറ്റത്തട്ടിന് ആഹാരം മൊത്തം തട്ടിത്തെറിപ്പിച്ച് എഴുന്നേറ്റ് പോകും. അത് മനസ്സിലാക്കിയ ഉഷയും രമ്യയും ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അവനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ഗംഗ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അത് കണ്ടതും രമ്യ ഒന്നും മിണ്ടാതെ ചൂലെടുക്കാനായി അടുക്കളയിലേക്ക് പോയി. സുശീല അവളെ തടഞ്ഞു. നീ എന്തിനാ രമ്യ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? അവൻ ഒപ്പിട്ട് നിയമപരമായി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. അവൾ വേണമെങ്കിൽ അത് തൂത്തുവാരി കളയട്ടെ. സുശീല തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ഗംഗയ്ക്ക് മനസ്സിലായതും അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചെന്നു. ചൂലും കോരിയും എടുത്തുകൊണ്ട് വന്നു. നിലത്ത് അവിടെവിടെയായി ചിതറി വീണ ചോറെല്ലാം തൂത്തുവാരിയെടുത്തു. ഉഷ ഇതൊക്കെ കണ്ട ആകെ ദേഷ്യത്തിലാണ് നിപ്പ്. കയ്യിലിരുന്ന ചോറും പാത്രവും ടേബിളിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ടവർ അതീവ ദേഷ്യത്തോടെ രാഹുലിന്റെ മുറിക്ക് മുൻപിലേക്ക് ചെന്നു. അവൻ ചേർത്തടച്ചിരുന്ന കഥകിൽ 3-4 പ്രാവശ്യം തുടരെ തുടരെ അടിച്ചതും രാഹുൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉഷയുടെ മുഖഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന്. രാഹുൽ പിന്നീട് അധികം ദേഷ്യം കാണിക്കാനൊന്നും നിന്നില്ല. രാഹുൽ, നീ ഇങ്ങോട്ട് വന്നിരുന്നേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഉഷയ്ക്ക് ദേഷ്യം വന്നാൽ പിന്നെ
അവരെ പിടിച്ചാൽ കിട്ടില്ല. അത് രാഹുലിനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരോട് അധികം തർക്കിക്കാൻ നിൽക്കാണ്ട് അവൻ അകത്തേക്കിരുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ തള്ളേ? ഞാനേ ഞാൻ നിന്റെ തള്ളയാ. ഇത്രയും ദിവസം ഈ വീട്ടില് നീയും നീ കെട്ടിക്കൊണ്ടു വന്നവളും കാണിക്കുന്ന ഓരോ കാട്ടിക്കൂട്ടലും സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിന്നു. പക്ഷെ ഇനി അത് നടക്കില്ല. ഇനി മുതൽ ഇവൾ ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ നിന്റെ കൈകൊണ്ട് കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ നിയമപരമായി ഒപ്പിട്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, എനിക്കൊരു പെങ്കൊച്ചു കൂടി ഇവിടെ വളർന്നു വരുന്നുണ്ട്. കെട്ടുതാലി പോലും ഇല്ലാതെ പെണ്ണൊരുത്തി ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് എങ്ങനെയാ നല്ലൊരു ബന്ധം വരുന്നത്? നീ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കള്ളും കുടിച്ച് കൂട്ടും കൂടി നടന്നപ്പോ ഒരമ്മയും പെങ്ങളും ഇവിടെയുള്ള കാര്യം നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിന്റെ ഈ ദുർനടപ്പ് കാരണം നിന്റെ ചേച്ചിക്ക് വരുന്ന ഓരോ വിവാഹാലോചനയും മുടങ്ങിപ്പോകുന്നു, നീ അറിയുന്നുണ്ടോ? അമ്മേ, അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത്? രമ്യ ഉഷയെ തടയാൻ ശ്രമിച്ചു. നീയൊന്നും മിണ്ടാതെ നിന്നേ. ആ ആലപ്പുഴയിൽ വന്ന ചെക്കന് എന്തായിരുന്നു ഒരു കുറവ്? പൊന്നും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞു വന്ന ബന്ധമോ? ഞാനും ഒരുപാട് സ്വപ്നം കണ്ടു അതൊക്കെ നടക്കൂന്ന്. എല്ലാം വാക്കാൽ പറഞ്ഞുറപ്പിച്ചു. കല്യാണവും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നടത്താന്ന് പറഞ്ഞ് അത്രയും ഉത്സാഹത്തോടെ മടങ്ങിപ്പോയ വീട്ടുകാരൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞത് അവർക്ക് കല്യാണം വേണ്ടത്ര. കാര്യം തിരക്കപ്പെടലേ അറിഞ്ഞത് പെണ്ണിന്റെ സഹോദരന്റെ നല്ല സ്വഭാവം കാരണമാണ് ആ കല്യാണം മുടങ്ങിയതെന്ന്. നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം രാഹുലെ. നിന്റെ ഈ തോന്നിവാസവും മദ്യപാനവും ഒക്കെ കാരണം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റു ചിലരുടെ ജീവിതങ്ങളാ. എന്തിനാടാ ഇങ്ങനെ? നിന്നെക്കൊണ്ട് അവളെ വിവാഹം കഴിച്ചയപ്പിക്കാനുള്ള നിവൃത്തിയില്ല. അവൾക്ക് വരുന്ന നല്ല ജീവിതം നിന്റെ ഈ സ്വഭാവം കാരണം കൂടി ഇല്ലാണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും രാഹുലെ? ഉഷ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് രാഹുലും മനസ്സിലാക്കിയത് തന്നെ ചൊല്ലി ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്. വഴി പിഴച്ചു നടക്കുന്ന മോൻ കാരണം നാട്ടുകാരുടെ മുമ്പിൽ മുഖം ഉയർത്താൻ കഴിയാതെ ആളുകൾ കൂടുന്ന എത്രയോ സ്ഥലത്ത് ഞാൻ പോകാതെ ഇവിടെ ഇരുന്നിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നിന്റെ സ്വഭാവദൂഷ്യം കാരണം അയൽ വീടുകളിൽ നടക്കുന്ന ശുഭകാര്യങ്ങൾക്ക് പോലും നമ്മളെ ആരും വിളിക്കാറില്ല. നിനക്കിതൊക്കെ അറിയാമോടാ? ഇത്രയും അവഗണനയും നാണക്കേട് സഹിച്ച് ഞാനും ഈ പെങ്കൊച്ചും എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവാം. ആകെ കൂടിയുള്ളത് ഇത്തിരി മനസമാധാനമാണ്. എന്റെ മോനായിട്ട് അതുകൂടി ഇല്ലാതാക്കരുത്. ഇനി അതല്ല, ഞങ്ങളെ വീണ്ടും തോൽപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. നിസ്സഹായതയോ ഭീഷണിയോ അങ്ങനെ അവന് തിരിച്ചറിയാൻ കഴിയാത്ത എന്തൊക്കെയോ ഒരുതരം വിങ്ങൽ ഉഷയുടെ സ്വരത്തിൽ പ്രകടമായിരുന്നു. രാഹുൽ ഒന്നും മിണ്ടിയില്ല. നേരെ മുറിയിലേക്ക് പോയി. ഇനി എന്തു നോക്കി നിൽക്കുവാ? കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ഉഷ അത് പറഞ്ഞത് തന്നോടും ചേർത്താണെന്ന് ഗംഗയ്ക്ക് മനസ്സിലായത് ടേബിളിന്റെ മുകളിലിരുന്ന പാത്രത്തിൽ നിന്നും എന്തൊക്കെയോ ഒരുവിധം വാരിക്കഴിച്ചെന്ന് വരുത്തി. അവൾ ഹോളിൽ തന്നെ പരിങ്ങി നിൽക്കുന്നു. രമ്യയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഗംഗ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഗംഗെ, അമ്മായി കൂടി ഇന്ന് ഞങ്ങളുടെ മുറിയിലായിരിക്കും. നിനക്ക് കൂടി കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. നീ ഇന്ന് രമ്യ ശബ്ദം അടക്കി സുശീല കേൾക്കാത്ത വിധം പറഞ്ഞു. അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ അവിടെ കിടന്നോളാം. അതും പറഞ്ഞുകൊണ്ട് ഗംഗ മനസ്സില്ലാ മനസ്സോടെ രാഹുലിന്റെ മുറിയുടെ വാതിൽ പതിയെ തുറന്നു. കട്ടിൽ ക്രാസിയിൽ തലയണ ചാരി വെച്ച് ഫോൺ നോക്കി കിടക്കുവാണ് രാഹുൽ. ഗംഗ മെല്ലെ അകത്തേക്ക് കയറി കതക് കുറ്റിയിട്ടു. ഇന്നലെ പോയി കിടന്നിടത്ത് പോയി കിടക്കടി പുല്ലേ. രാഹുൽ മുരണ്ടു. ഗംഗ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ എന്തൊക്കെയായിരുന്നു? അമ്മയോട് അഭയം ചോദിക്കുന്നു, അവിടെ കിടക്കുന്നു. നിനക്ക് നാണമുണ്ടോടി? രാഹുൽ അവളെ തന്നെ നോക്കി ഓരോന്ന് വിളിച്ചു പറഞ്ഞു. ഗംഗ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നാലുപാടും പോയി. ഒടുക്കം കണ്ടു നിലത്ത് വിരിച്ച കാവിക്കൈയിൽ ചുരുട്ടിക്കൂട്ടി മുറിയുടെ ഒരു മൂലക്കിട്ടിരിക്കുന്നത്. മിക്കവാറും രാഹുൽ ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞതാകുമെന്ന് അവൾ ഊഹിച്ചു. അത് തന്നെ തട്ടിക്കൊടിഞ്ഞെടുത്തുകൊണ്ടുവന്നു വെറും നിലത്തേക്ക് വിരിച്ചു. പിന്നെ അതിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചതും അത്ര നേരവും പിടിച്ചു വച്ചിരുന്ന കണ്ണീർത്തുള്ളികൾ
ഒന്നിനു പിറകെ ഒന്നായി അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി. ആ നിശബ്ദതയിൽ ഗംഗയുടെ ഏങ്ങലടികൾ അവിടെ ഇവിടെയായി മുഴങ്ങിക്കെട്ടു. നിന്റെ ആരെങ്കിലും ചത്തോടി? രാഹുൽ ചോദിച്ചതും അവൾ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരച്ചിലടക്കാൻ പാടുപെട്ടു. 2 ആഴ്ച മുമ്പ് ഒരു പാമ്പിനെ തല്ലിക്കൊന്നതാ. സൂക്ഷിച്ചു കിടന്നോ കേട്ടോടി, രാഹുൽ വീണ്ടും പറഞ്ഞു. ഒരു മൂർഖം വന്നിട്ട് എന്നെ കൊത്തിയാ മതിയായിരുന്നു. അതോടെ ഞാനിന്ന് ശല്യം തീരുമല്ലോ. ഗംഗ പറയുന്നത് കേട്ട് രാഹുൽ അവളെ അടിമുടിയൊന്ന് നോക്കി. പിന്നീട് കൂടുതലൊന്നും പറയാതെ കട്ടിലേക്ക് കയറിക്കിടന്നു. തുടരും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് തരാനും മറക്കല്ലേ. സ്നേഹത്തോടെ മിത്രവിന്ദ. താങ്ക് യു.